ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SI മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് 2025 BNS ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ജനറൽ ചോദ്യമാണ്, ചേരുംപടി ചേർക്കുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, പൊതുവായ വിശദീകരണങ്ങൾ. റൈറ്റ് സൈഡിൽ 531 വകുപ്പുകൾ, 358 വകുപ്പുകൾ, 170 വകുപ്പുകൾ, അധ്യായം 1. അപ്പോൾ ഇത് ഓരോന്നിനകത്തും എത്ര വകുപ്പുകൾ സെക്ഷൻസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ 3 സാധനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ആയാലും ഭാരതീയ സാക്ഷ്യ അധിനിയം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, അപ്പോൾ ഇതിനകത്ത് 3-നകത്തും എത്ര സെക്ഷൻസ് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം വരുന്നത് ഏതാണ് വരുന്നത്? ഒന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി. ഭാരതീയ ന്യായ സംഹിതയിൽ BNSൽ 358 വകുപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ 170 വകുപ്പുകളുണ്ട്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ എത്ര വകുപ്പുകളുണ്ട്? 531 വകുപ്പുകളുണ്ട്. പൊതുവായ വിശദീകരണങ്ങൾ ചാപ്റ്റർ 1-നകത്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പൊതുവായ വിശദീകരണങ്ങൾ ഇതിനകത്താണ് ചാപ്റ്റർ 1-നകത്താണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഏത് നിയമമായാലും അതിൻ്റെ പൊതുവായ വിശദീകരണങ്ങൾ കാര്യങ്ങളൊക്കെ ചാപ്റ്റർ 1-നകത്താണ് വരുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ബാക്കി 3 അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക ഇതിനകത്ത് ഓരോന്നിനകത്തുള്ള വകുപ്പുകൾ, അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് അധ്യായങ്ങൾ എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത എന്തിന് പകരമായിട്ട് വന്നതാണ്? IPCക്ക് പകരമായിട്ട് വന്നതാണ്. ഭാരതീയ സാക്ഷ്യ അധിനിയമാണെങ്കിൽ അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് വന്നതാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്തിന് പകരം വന്നതാണ്? CRPCക്ക് പകരം വന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ CRPC എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊസീജിയർ ലായാണ്. പ്രൊസീജിയർ ലാ മീൻസ് ഒരു നടപടിക്രമത്തെപ്പറ്റി വിശദീകരിക്കുന്ന നിയമമാണ് എന്ത്? CRPC എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം വന്നതാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നതാണ് എന്ത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കുറ്റം ചെയ്താൽ അതിനുള്ള ശിക്ഷ, കുറ്റവും ശിക്ഷയും കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ അതേതാണ്? ഭാരതീയ ന്യായ സംഹിതയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ കോടതിയിലൊരു വിചാരണ സമയത്ത് നമുക്കൊരു കേസ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ അതിനുള്ള തെളിവുകൾ സാധനങ്ങളെക്കുറിച്ച് പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. തെളിവുകളുടെ ഒരു ആധികാരികത, അത് എന്ത് മാത്രം തെളിവുകളാണ് കോടതി അംഗീകരിക്കുക, ഏത് തെളിവുകളൊക്കെ കോടതി അംഗീകരിക്കാത്തതുണ്ട്, അതിനെപ്പറ്റിയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഭാരതീയ സാക്ഷ്യ അധിനിയം പറഞ്ഞതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം. ഓപ്ഷൻസ് 1834, 1934, 1837, 1947. രണ്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി 1837. ഓപ്ഷൻ സി 1837. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലോ കമ്മീഷൻ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, 1837. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആരായിരുന്നു? ഓർമ്മയുണ്ടോ? വില്യം ബെൻഡിക് പ്രഭുവാണ്. വില്യം ബെൻഡിക് പ്രഭുവാണ്. അപ്പോൾ ഈ ഒരു ലോ കമ്മീഷൻ നേതൃത്വം കൊടുത്തത് ആരാണ് എന്നറിയാമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു ഉള്ളത് അറിയാവുന്നവർ എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, 3. ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം 1-ൽ ഏതെല്ലാം വകുപ്പുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം 1 ചാപ്റ്റർ 1-നകത്ത് ഏതൊക്കെ വകുപ്പുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? A 1, 2 മാത്രം, B 1, 2, 3 and 4, C 1, 2, 4, D 1, 2, 3. 3-ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി. 1, 2, 3 വകുപ്പുകളെക്കുറിച്ചാണ് ഏതിനകത്ത് പറയുന്നത്? ചാപ്റ്റർ 1-നകത്ത് പറയുന്നത്. അതായത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത ആയാലും ശരി, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ആയാലും ശരി, ഭാരതീയ സാക്ഷ്യ അധിനിയമായാലും ശരി, അതിനകത്ത് കുറേ ചാപ്റ്റേഴ്സുകളുണ്ട്, അധ്യായങ്ങളുണ്ട്. ആ ഓരോ അധ്യായത്തിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെക്ഷനുകളുണ്ട്, വകുപ്പുകളുണ്ട്. അത് ഓർത്തിരിക്കുക, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം 1-ൽ ഏതെല്ലാം വകുപ്പുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 1, 2, 3 സെക്ഷനുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, 4-ാമത്തെ ചോദ്യം, ഭാരതീയ ന്യായ സംഹിതയിലെ ഒരു സാധനത്തിനോ മറ്റൊരു സാധനത്തോട് സാദൃശ്യം മുഖേന കബളിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഡാഷ് നടത്തുന്നു. ഇത് എന്താണ്? ഏത് വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ് A സംശ്രയം വകുപ്പ് 2-3, പ്രതിരോധം വകുപ്പ് 26, കപട അനുകരണ വകുപ്പ് 2-4, D പൊതുസേവകൻ വകുപ്പ് 2-8.
4ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. കപട അനുകരണ വകുപ്പ് 4 ആണ്, വകുപ്പ് 24 ആണ് വരുന്നത്. അപ്പോൾ അതായത് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു സാധനം, ഒരു ഒറിജിനൽ സാധനമുണ്ട്, അതിന് ബദലായിട്ട് മറ്റൊരു വ്യാജ സാധനം ഉണ്ടാക്കി കബളിപ്പിക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അതെന്താണ്, ഒരു കപട അനുകരണം എന്ന് പറയും. കുറ്റകൃത്യം, അതിനുള്ള വകുപ്പ് ഏതാണ്? വകുപ്പ് 24-നകത്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. 5ാമത്തെ ചോദ്യം, ഭാരതീയ ന്യായ സംഹിതയിൽ കുട്ടി എന്നതിൻ്റെ നിർവചനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 2-വിനകത്ത് കുറേ സബ്സെക്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ കുറേ ഡെഫിനിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, കുറേ ടേമുകളുടെ നിർവചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുട്ടി എന്നതിൻ്റെ നിർവചനം പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ 23, 21, 28, 24. 5ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 23 ആണ്. സെക്ഷൻ 2-വിനകത്തെ സബ്സെക്ഷൻ 3-ലാണ് കുട്ടി എന്നതിനെപ്പറ്റി നിർവചിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി 6ാമത്തെ ചോദ്യം, ഭാരതീയ ന്യായ സംഹിതയിൽ പൊതുവായ വിശദീകരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഭാരതീയ ന്യായ സംഹിതയിൽ പൊതുവായ വിശദീകരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഓപ്ഷൻ എ അധ്യായം 3, ഓപ്ഷൻ ബി അധ്യായം 1, ഓപ്ഷൻ സി അധ്യായം 2, ഡി അധ്യായം 4. 6ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, അധ്യായം 1. ഈ ഒരു ചോദ്യം നമ്മുടെ 1ാമത്തെ ചോദ്യത്തിലും വന്നായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിൽ പൊതുവായ വിശദീകരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 1 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. 7ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഭാരതീയ ന്യായ സംഹിതയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശിക്ഷകളിൽ ഏതെല്ലാമാണ് ശരിയായത്? താഴെ തന്നിരിക്കുന്നതിൽ ഭാരതീയ ന്യായ സംഹിതയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശിക്ഷകളിൽ ഏതെല്ലാമാണ് ശരിയായത്? ഓപ്ഷൻസ് എ മരണം, ജീവപര്യന്തം, ചൂരലടി. ബി ചൂരലടി, വസ്തു കണ്ടുകെട്ടൽ, സാമൂഹ്യ സേവനം. സി വസ്തു കണ്ടുകെട്ടൽ, ജീവപര്യന്തം, സാമൂഹ്യ സേവനം. ഡി എ, ബി ആൻഡ് സി ശരിയാണ്. 7ൻ്റെ ഉത്തരം ഏതാണ്? ചൂരലടി ഉണ്ടോ? ചൂരലടി ഇല്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ തന്നെ 2 ഓപ്ഷൻസ് കട്ടാവും. അപ്പോൾ ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. വസ്തു കണ്ടുകെട്ടൽ, ജീവപര്യന്തം, സാമൂഹ്യ സേവനം. വസ്തു കണ്ടുകെട്ടൽ, ജീവപര്യന്തം, സാമൂഹ്യ സേവനമാണ് ഭാരതീയ ന്യായ സംഹിതയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശിക്ഷകൾ. ഭാരതീയ ന്യായ സംഹിതയിൽ ജീവപര്യന്തം, അതുപോലെ വസ്തു കണ്ടുകെട്ടൽ, സാമൂഹ്യ സേവനം എന്ന് പറയുന്ന ഒരു പുതിയൊരു ശിക്ഷയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചെറിയ ചില കുറ്റകൃത്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു സാമൂഹ്യ സേവനം, നമ്മുടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ശിക്ഷ വിധിക്കാറുണ്ട്. ഓക്കെ. ആ ഒരു ശിക്ഷയും കൂടെ പുതിയ നമ്മുടെ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. വസ്തു കണ്ടുകെട്ടൽ, ജീവപര്യന്തം, സാമൂഹ്യ സേവനം. ഓക്കെ. 8ാമത്തെ ചോദ്യം, ഒരു കുറ്റവാളിയെ പരമാവധി എത്ര മാസം ഏകാന്ത തടവിൽ പാർപ്പിക്കാം? ഒരു കുറ്റവാളിയെ പരമാവധി എത്ര മാസം ഏകാന്ത തടവിൽ പാർപ്പിക്കാം? എ 3 മാസം, ബി 6 മാസം, സി 60 ദിവസം, ഡി ഇവയൊന്നുമല്ല. 8ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 3 മാസമാണ്. അതായത് ഇപ്പോൾ ഒരു കേസ് അയാളെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നു. അപ്പം ഒരു സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് അയാളുടെ പേര് ആരോപിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളെ എന്ത് ചെയ്യും? റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമുക്ക് കരുതൽ തടങ്കലിൽ എത്ര നാൾ വയ്ക്കാൻ പറ്റും? 3 മാസമാണ് അയാളെ നമുക്ക് ഏകാന്ത തടവിൽ പാർപ്പിക്കാനായിട്ട് പറ്റുന്നത്. അതിനുള്ളിൽ എന്ത് ചെയ്യണം? ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 3 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് സ്വമേധയാ ജാമ്യം കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ദിലീപിൻ്റെ കേസിലൊക്കെ ദിലീപിനെ ഇതുപോലെ റിമാൻഡിൽ പാർപ്പിച്ചു. അതിനുശേഷം എനിക്കൊന്ന് അറൗണ്ട് ഒരു 3 മാസം അടുപ്പിച്ചാകുമ്പോഴാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നതെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ അതായത് 3 മാസത്തിനുള്ളിൽ പല പ്രാവശ്യം ജാമ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ട അകത്തായി. അപ്പോൾ 3 മാസത്തിനുള്ളിൽ പല പ്രാവശ്യം ജാമ്യത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇടാൻ പറ്റും. അപ്പോൾ അതിൽ ചിലപ്പം ജാമ്യം ലഭിക്കാം, ജാമ്യം ലഭിക്കാതിരിക്കാം. പക്ഷേ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്നില്ല, കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബെയിൽ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? ഇതുപോലെ നമുക്ക് ജാമ്യം ലഭിക്കും. ഓക്കെ. അപ്പോൾ ഒരു കുറ്റവാളിയെ പരമാവധി എത്ര മാസം ഏകാന്ത തടവിൽ പാർപ്പിക്കാം? 3 മാസമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. 9ാമത്തെ ചോദ്യം, അഴിമതി നിരോധന നിയമത്തിൻ്റെ ആവശ്യത്തിന് ഒരു MP, MLA പബ്ലിക് സെർവൻ്റ് ആണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലൂടെയാണ്? അഴിമതി നിരോധന നിയമത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു MP, MLA പബ്ലിക് സെർവൻ്റ് ആണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലൂടെയാണ്? ഓപ്ഷൻസ് PV നരസിംഹറാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, ബി R ബാലകൃഷ്ണപിള്ള വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, സി SS ദാന വേഴ്സസ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ, ഡി ഇവയൊന്നുമല്ല. 9ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. PV നരസിംഹറാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയാണ് ഇതിൻ്റെ
ഉത്തരവെന്ന് പറയുന്നത്. അഴിമതി നിരോധന നിയമത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു MP അല്ലെങ്കിൽ MLA പബ്ലിക് സെർവൻ്റ് ആണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിനാണ്? PV നരസിംഹറാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. ഓക്കെ. 10ാമത്തെ ചോദ്യം, പല ആളുകളും കൂടി അവരെ എല്ലാവരുടെയും പൊതുലക്ഷ്യത്തെ പുരോഗമിക്കുന്നതിൽ കുറ്റകരമായ ഒരു കൃത്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരിൽ ഓരോരുത്തരും ആ കൃത്യത്തിന് അയാൾ തനിയെ ചെയ്തുവെങ്കിൽ ഏത് രീതിയിലോ ആ രീതിയിൽ തന്നെ ഉത്തരവാദിയാകുന്നതാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ വകുപ്പ് 189, വകുപ്പ് 191, വകുപ്പ് 43, വകുപ്പ് 35. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് വായിക്കുമ്പം വലിയ ഐഡിയ ഒന്നും കിട്ടത്തില്ലെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ ഒരു കൂട്ടം കൂടി കുറേ ആൾക്കാർ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ എല്ലാ ആൾക്കാരും എന്തിനാണ്? അതിന് ഉത്തരവാദികളാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വീട് കൊള്ളയടിക്കാനായിട്ട് പോകുന്നു. ഒരു 5 6 പേര് അല്ലെങ്കിൽ ഒരു 6 7 പേര് ഒരു വീട് കൊള്ളയടിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അതിൽ ഒരുത്തനെ എന്ത് ചെയ്യുന്നു? അവർ പുറത്ത് വാതിലിന് പുറത്ത് നിർത്തുന്നു. അതായത് ആരെങ്കിലും വരുന്നെങ്കിൽ എന്ത് ചെയ്യുക? പുറത്തേക്ക് വിവരം അറിയിക്കുന്നതിന് വേണ്ടി നിർത്തുന്നു. ബാക്കിയുള്ളവരകത്ത് കയറി കൊള്ളയടിക്കുന്നു. വീട്ടുകാർ ഉണരുന്നു. വീട്ടുകാർ എന്ത് ചെയ്യുന്നു? പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ വീട്ടുകാരിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെടുന്നു. അപ്പോൾ കൊല ചെയ്തത് മറ്റൊരാളാണ്. പക്ഷേ വീടിന് പുറത്ത് കാവലിനായിട്ട്, മറ്റുള്ളവർക്ക് കൊള്ളയടിക്കാനായിട്ട് കാവലിനായിട്ട് നിൽക്കുന്നവനും എന്തിന് ഉത്തരവാദിയാണ്? കൊലപാതകത്തിന് ഉത്തരവാദിയാണ്. അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കുറ്റകൃത്യം അയാൾ തനിയെ ചെയ്തുവെങ്കിൽ ഏത് രീതിയിലോ ആ രീതിയിൽ തന്നെ ഉത്തരവാദിയാണ്. അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു കാര്യം ചെയ്യുകയാണ്. അപ്പോൾ ഞാനും കുറേ ആൾക്കാരും കൊണ്ട് ചേർന്നിട്ട് ഒരാളെ ജംഗ്ഷനിലിട്ട് തല്ലുകയാണ്. അപ്പം വേറെ 2 പേര് വരുന്ന സമയത്ത് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി, ഞങ്ങൾ തല്ലുന്നവനെ രക്ഷിക്കാൻ വേണ്ടി 2 പേര് വരുന്നു. അപ്പം ഞാൻ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു? ആ തല്ലുന്ന വ്യക്തിയെ കൊന്നു, അല്ലെങ്കിൽ കയ്യബദ്ധം പറ്റി മരിച്ചുപോയി ആൾ. അങ്ങനെയാണെങ്കിൽ ഞാനും എന്തിന് ഉത്തരവാദിയാണ്? കൊലപാതക കുറ്റത്തിന് ഉത്തരവാദിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനെപ്പറ്റി പറയുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വകുപ്പ് 35. വകുപ്പ് 35. ഓക്കെ. 11 പൊതുവായ ഒഴിവാക്കലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം ഏത്? പൊതുവായ ഒഴിവാക്കലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം ഏത്? ഓപ്ഷൻസ് അധ്യായം 3, അധ്യായം 2, അധ്യായം 4 ഇവയൊന്നുമല്ല. 11ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. അധ്യായം 3. പൊതുവായ ഒഴിവാക്കലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം. പൊതുവായ ഒഴിവാക്കൽ മീൻസ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയും. ജനറൽ എക്സെപ്ഷൻസ്. അതായത് ചില സാഹചര്യങ്ങളിൽ ഒരു കുറ്റകൃത്യം ചെയ്താലും ആ ഒരു കുറ്റകൃത്യമല്ലാതാകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്നതൊന്നും കുറ്റകൃത്യമല്ല. അതുപോലെ തന്നെ 7നും 12നും ഇടയിൽ ബുദ്ധി വളർച്ച, ആ ഒരു പ്രായത്തിലുള്ള ബുദ്ധി വളർച്ച ഇല്ലാത്തൊരു കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകൃത്യമല്ല എന്നുണ്ട്. പക്ഷേ അത് തെളിയിക്കണം. ആ പ്രായത്തിനിടയ്ക്ക് ആ കുട്ടിക്ക് അറിയില്ല, അതൊരു കുറ്റകൃത്യമാണെന്ന് അറിയില്ല എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. പക്ഷേ 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്നത് കുറ്റകൃത്യമല്ല. അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യമുള്ള ആൾ, നമുക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ അവർ ചെയ്യുന്നത് കുറ്റകൃത്യമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്കൂൾ ബസ് മറിഞ്ഞു. വലിയൊരു തീപിടുത്തം കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ബസ്സിൻ്റെ ബാക്ക് സൈഡിലെ ഗ്ലാസ് നമ്മൾ തല്ലി പൊട്ടിച്ചിട്ട് ആ കുട്ടികളെ ഇറക്കുകയാണ്. ഓക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മളൊരു സാധാരണഗതിയിൽ ഒരു സ്കൂൾ ബസ്സിൻ്റെ ഗ്ലാസ് തല്ലി പൊട്ടിക്കുകയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്. പക്ഷേ ഇത് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഗ്ലാസ് തല്ലി പൊട്ടിക്കുന്നത്. അപ്പോൾ അത് കുറ്റകൃത്യമാണോ? അല്ല. അങ്ങനെ കുറച്ച് പൊതുവായിട്ടുള്ള എക്സെപ്ഷണൽ കേസുകളുണ്ട്. അതാണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയും. നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി പറയുന്ന അധ്യായം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് അധ്യായത്തിനകത്താണ് വരുന്നത്? അധ്യായം 3-നകത്താണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. 12ാമത്തെ ചോദ്യം, നിയമത്താൽ ചെയ്യുവാൻ ബാധ്യസ്ഥനായ ഒരാൾ നിയമത്താൽ താൻ ബാധ്യസ്ഥൻ ആണെന്ന് വിശ്വസിക്കുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നതൊന്നും കുറ്റം ആകുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏത്? നിയമത്താൽ ചെയ്യുവാൻ ബാധ്യസ്ഥനായ ഒരാൾ നിയമത്താൽ താൻ ബാധ്യസ്ഥൻ ആണെന്ന് വിശ്വസിക്കുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നതൊന്നും കുറ്റം ആകുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻസ് വകുപ്പ് 17, വകുപ്പ് 15, വകുപ്പ് 16, വകുപ്പ് 14. 12ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വകുപ്പ് 14 ആണ്. വകുപ്പ് 14. അതായത് നിയമത്താൽ ചെയ്യുവാൻ ബാധ്യസ്ഥനായ ഒരാൾ നിയമത്താൽ താൻ ബാധ്യസ്ഥൻ ആണെന്ന് വിശ്വസിക്കുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നതൊന്നും കുറ്റം ആകുന്നതല്ല. അതായത് ഇപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അയാളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഉറപ്പുണ്ട്, ഇയാളൊരു
കുറ്റവാളിയാണ്, അല്ലെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഏകദേശം ഒരു തെളിവുകളുടെയൊക്കെ ഒരു സാഹചര്യ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്. അപ്പോൾ നിയമത്താൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അയാൾ നിയമത്താൽ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ. അങ്ങനെ ചെയ്യുന്നതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ്. അപ്പോൾ ആ ഒരു വ്യക്തി, നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി ഒരു കുറ്റാരോപിതനാണ്, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളല്ല അദ്ദേഹത്തിന് എതിരാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു ചെറിയ കടന്നുകയറ്റമാണത്. അപ്പോൾ അത് പക്ഷേ നിയമത്താൽ നമ്മൾ ബാധ്യസ്ഥനാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറ്റമല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്താണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? കുറ്റമല്ല എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതാണ്? 12ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വകുപ്പ് 14 വകുപ്പ് 14. ഓക്കെ. ഇനി 13, മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശമില്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏത്? മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശമില്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏത്? ഓപ്ഷൻസ്: വകുപ്പ് 19, വകുപ്പ് 18, വകുപ്പ് 16, വകുപ്പ് 17. 13ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, വകുപ്പ് 19. ഞാൻ നേരത്തെ ഒരു ബസ്സിൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞു. അതായത് ഒരു സ്കൂൾ ബസ്, സാധാരണഗതിയിൽ ഒരു സ്കൂൾ ബസ്സിന് കല്ലെറിയുക അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുക, ഇതൊക്കെ കുറ്റകൃത്യമാണ്. പക്ഷേ ഒരു സ്കൂൾ ബസ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മറിഞ്ഞു, അതിൽ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ രക്ഷിക്കാനായിട്ട് അതിൻ്റെ ഒരു ചില്ല് തകർത്ത് കുട്ടികളെ പുറത്തെടുക്കുന്നത് കുറ്റകൃത്യമല്ല. ആ ഒരു സിറ്റുവേഷനാണിത്. മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുണ്ട്, അതായത് ബസ്സിന് ഹാനി ഉണ്ടാക്കാൻ ഇടയുണ്ട്, എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശമില്ലാതെ മറ്റൊരു വലിയ ഹാനി, അതായത് തീപിടുത്തമുണ്ടായി ആ ബസ്സിലെ കുട്ടികളെല്ലാം മരിക്കുന്ന വലിയൊരു ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏതാണ്? 13ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, വകുപ്പ് 19. വകുപ്പ് 19. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ. 14ാമത്തെ ചോദ്യം: 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏത്? 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏത്? ഓപ്ഷൻസ്: വകുപ്പ് 19, വകുപ്പ് 20, വകുപ്പ് 21, വകുപ്പ് 22. 14ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വകുപ്പ് 20. ഓർത്തിരിക്കുക, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകൃത്യം അല്ല. ഓക്കെ. 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകൃത്യമല്ല. കാരണം അത് കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു പ്രായം, പക്വത ആർക്കില്ല? 7 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ഇല്ല. 14ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, വകുപ്പ് 20. ഓക്കെ. 15, ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമത്താൽ ആ പ്രവൃത്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾ ചെയ്യുന്നത് കുറ്റമാകുന്നില്ല. BNS ഏത് വകുപ്പിനാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ: വകുപ്പ് 21, വകുപ്പ് 22, വകുപ്പ് 23, വകുപ്പ് 24. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമത്താൽ ആ പ്രവൃത്തിയുടെ സ്വഭാവത്തെക്കുറിച്ച്, ഇതൊരു കുറ്റകൃത്യമാണെന്നും ഇതിന് എന്നെ പോലീസ് പിടിക്കുമെന്നും ഇതിനെന്നെ കോടതിയിൽ കൊണ്ട് വിചാരണ നടത്തുമെന്നും ശിക്ഷിക്കുമെന്നും ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ആർക്കറിയില്ല? ചിത്തഭ്രമമുള്ള വ്യക്തിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ കുറ്റമാകുന്നില്ല എന്ന് പറയുന്നത് BNSൻ്റെ ഏത് വകുപ്പിനാണ്? ഓപ്ഷൻസ്: വകുപ്പ് 21, 22, 23, 24. 15ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, വകുപ്പ് 22. വകുപ്പ് 22. ഓക്കെ. 16ാമത്തെ ചോദ്യം: ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 26 പ്രകാരം ഡിഫൻസ് ഉന്നയിക്കാൻ കഴിയുന്ന ഘടകങ്ങളിൽ ശരിയായത് ഏത്? ഡിഫൻസ് ഉന്നയിക്കാൻ കഴിയുന്ന ഘടകങ്ങളിൽ ശരിയായത് ഏത്? 1, പരിക്കേറ്റ വ്യക്തിയുടെ പ്രയോജനത്തിന് വേണ്ടിയായിരിക്കണം. 2, മരണത്തിന് കാരണമാകുന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ആയിരിക്കണം ആ പ്രവൃത്തി ചെയ്തതെങ്കിൽ. മരണത്തിന് കാരണമാകുന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ആയിരിക്കണം ആ പ്രവൃത്തി ചെയ്തതെങ്കിൽ. ഓപ്ഷൻസ്: എ 1, 2 തെറ്റ്, ബി 1 ശരി 2 തെറ്റ്, സി 1, 2 ശരി, ഡി 1 തെറ്റ് 2 ശരി. ഓക്കെ. അപ്പോൾ 16ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്, 1ഉം 2ഉം ശരിയാണ്. ഡിഫൻസ്, അതായത് ഇപ്പം നമ്മളെ ഒരാൾ ജംഗ്ഷനിലിട്ട്, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ആക്രമിക്കുകയാണ്, ജംഗ്ഷൻ എന്ന് പറയുന്നില്ല, ഒരാൾ നമ്മളെ ആക്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ തിരിച്ച് തിരിഞ്ഞ് നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ശ്രമം ഉണ്ടല്ലോ. അതിനിടയിൽ മറ്റേ ആൾ എന്ത് ചെയ്യുക? മരണപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി സംഭവിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിഫൻസ് എടുക്കാൻ പറ്റും. അതായത് എന്നെ ഇതുപോലെ ആക്രമിക്കാൻ വന്നു, അതുകൊണ്ട് ആക്രമണ ശ്രമത്തിനിടയിൽ ഞാൻ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ കൊന്നത്, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനെ ഇതുപോലെ മുറിവേൽപ്പിക്കേണ്ടി വന്നത് എന്ന് പറയുന്നൊരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് മരണത്തിന് കാരണമാകുന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ആയിരിക്കണം ആ പ്രവൃത്തി ചെയ്യുന്നത്. അതായത് മറ്റേ ഓപ്പോസിറ്റ് വന്ന ആളിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിനിടയിൽ മറ്റേ ആൾ മരണപ്പെട്ടു പോയി. ഓക്കെ, അങ്ങനെ ആയിരിക്കണം കണ്ടീഷൻ 1.
അതുപോലെ തന്നെ പരിക്കേറ്റ വ്യക്തിയുടെ പ്രയോജനത്തിന്, ഇപ്പം നമുക്ക് പരിക്കേറ്റു, പുള്ളി നമ്മളെ പരിക്കേൽപ്പിച്ചു, അപ്പോൾ നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്വയരക്ഷ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇപ്പം മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ശ്രമിച്ചിട്ട് അതിനകത്ത് ആൾ മരണപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം മറ്റൊരാളുമായിട്ടുള്ള ഒരു പക വീട്ടലോ അങ്ങനെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ നമുക്ക് സ്വയരക്ഷ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കാനായിട്ട് പറ്റത്തില്ല. സെൽഫ് ഡിഫെൻസ് അവകാശവാദം ഉന്നയിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതായത് ഒരാൾ നമ്മളെ ആക്രമിക്കുകയാണ്, വീട് കയറി ആക്രമിക്കുകയാണ്, അപ്പോൾ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റേ ആൾ മരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താണ് മരണത്തിന് കാരണമെന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ മരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല, പക്ഷേ പറ്റിപ്പോയി. അത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രയോജനം ആർക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെൽഫ് ഡിഫെൻസ് നമുക്ക് കോടതിയിൽ വാദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിനെപ്പറ്റി പറയുന്ന വകുപ്പ് 26 അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2 ശരിയാണ്. ഓക്കെ, 17ാമത്തെ ചോദ്യം, BNSുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത്? 1 വകുപ്പ് 63 ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2 വകുപ്പ് 64 ബലാത്സംഗത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 3 ബലാത്സംഗത്തിനുള്ള ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായ കഠിന തടവും പിഴ അടക്കലുമാണ്. 4 ഒരു മെഡിക്കൽ നടപടിക്രമമോ ഇടപെടലോ ബലാത്സംഗമായി കണക്കാക്കാവുന്നതല്ല. 17ൻ്റെ ഓപ്ഷൻസ് നോക്കിയാൽ 1, 2, 3, 4 ശരി, 2, 3, 4 ശരി, 1, 2, 3 ശരി, 1, 3 ശരി. 17ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ 1, 2, 3, 4 ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഓക്കെ, ഇതെല്ലാം ശരിയാണ്. BNSുമായി ബന്ധപ്പെട്ട് വകുപ്പ് 63 ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വകുപ്പ് 64 ബലാത്സംഗത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് ഏതാണ്? 64 പറയുന്നത് ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്താണ്? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീളാവുന്നതുമായിട്ടുള്ള കഠിന തടവും അതുപോലെ തന്നെ പിഴയടയ്ക്കലുമാണ്. ഇനി ഒരു മെഡിക്കൽ നടപടിക്രമമോ ഇടപെടലോ ബലാത്സംഗമായി കണക്കാക്കാവുന്നതല്ല. ഒരു മെഡിക്കൽ നടപടിക്രമമോ ഇടപെടലോ ബലാത്സംഗമായി കണക്കാക്കാവുന്നതല്ല എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻസും എന്താണ്, ശരിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, 18ാമത്തെ ചോദ്യം, കൂട്ട ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്താണ്? എ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതായ തടവ്. ബി 20 വർഷത്തിൽ കുറയാത്തതും സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലയളവിലേക്ക് കഠിന തടവ് ശിക്ഷ പിഴ. സി 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വെറും തടവും പിഴയും. ഡി ഇവയൊന്നുമല്ല. 18ന് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 20 വർഷത്തിൽ കുറയാത്തതും സ്വാഭാവിക ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലയളവിലേക്ക് കഠിന തടവ് പിഴ. ഓക്കെ, അപ്പോൾ 20 വർഷത്തിൽ കുറയാത്തൊരു കഠിന തടവ് കിട്ടും, അല്ലെങ്കിൽ സ്വാഭാവിക ജീവിതത്തിന് ശേഷിക്കുന്ന കാലയളവിലേക്കൊരു കഠിന തടവുണ്ട്, അതുപോലെ തന്നെ പിഴയും കിട്ടാം. 20 വർഷത്തിൽ കുറയത്തില്ല, എന്തായാലും 20 വർഷം ശിക്ഷിക്കും. അത് എന്ത് ചെയ്യാം, ചിലപ്പം ബാക്കിയുള്ള ജീവിതം ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാം, ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും. അതുപോലെ തന്നെ കഠിന തടവാണ്, അത് പിഴയാണ്, പിഴയും ഉണ്ട്. ഓക്കെ, ഓർത്തിരിക്കുക. 18 ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 19 18 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏത്? പ്രായപൂർത്തിയാവാത്ത 18 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏതാണ്? ഓപ്ഷൻസ് എ വകുപ്പ് 70, വകുപ്പ് 72, വകുപ്പ് 71(1), വകുപ്പ് 74. 19ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. വകുപ്പ് 72 ഓക്കെ, വകുപ്പ് 70 സബ്സെക്ഷൻ 2-നകത്താണ് എന്ത് പറയുന്നത്, 18 വയസ്സിൽ താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെ, 20ാമത്തെ ചോദ്യം, വോയറിസം ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തി ഒളിഞ്ഞു നോക്കി രസിക്കൽ കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏത്? വോയറിസം എന്താണ്? ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തി. ഒരു സ്ത്രീ ഒരു കുളിക്കടവിൽ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നു, അല്ലെങ്കിൽ ഒരു കുളിമുറി കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നു, അങ്ങനെ എന്തെങ്കിലും സ്വകാര്യമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒളിഞ്ഞു നോക്കി രസിക്കൽ കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏതാണ്? ഓപ്ഷൻസ് എ വകുപ്പ് 77, വകുപ്പ് 78, വകുപ്പ് 76, വകുപ്പ് 75. 20ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. വകുപ്പ് 77. ഓക്കെ, അപ്പം വകുപ്പ് 77 പ്രകാരം വോയറിസം ഒരു കുറ്റകൃത്യമാണ്. BNS വകുപ്പ് എന്താണ് വോയറിസം? ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തി ഒളിഞ്ഞു നോക്കി രസിക്കൽ കുറ്റകരമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കുക, അവരുടെ അനുബന്ധ വിവരങ്ങളും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണാം. ഓക്കെ, അതുവരെ ബൈ. താങ്ക് യു.